നമസ്കാരം. 2026 ഏപ്രിൽ മാസം 4-ാം തീയതി രാവിലെ 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുകയാണ്. കേരള നിയമസഭയിലെ 140 സാമാജികരെ തെരഞ്ഞെടുക്കുവാനുള്ള പൊതു തെരഞ്ഞെടുപ്പിന് ഇനിയും വെറും 4 ദിവസം കൂടി മാത്രം. വിശ്വഭാരതി സ്റ്റഡി സർക്കിൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിശകലനം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് LDFന്റെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് ആണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹം തിരുവല്ലയെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുകയാണ്. അതിൽ 10 വർഷവും LDF ഗവൺമെന്റ് ആണ് കേരളം ഭരിച്ചുകൊണ്ട് ഇരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ ധാരാളം തിരുവല്ലയിലുണ്ട്. 10 വർഷം മുമ്പ് അല്ല 20 വർഷം മുമ്പുണ്ടായ തിരുവല്ലയല്ല ഇന്നത്തെ തിരുവല്ല എന്ന് ഓരോ തിരുവല്ല നിവാസിക്കും വളരെ വ്യക്തമായിട്ടറിയാം. എന്നാൽ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ അദ്ദേഹത്തെ പറ്റി നെഗറ്റീവായിട്ടുള്ള ഒത്തിരി അഭിപ്രായങ്ങളും വരുന്നുണ്ട്. തിരുവല്ല ബൈപ്പാസിന്റെ കാര്യം, സ്റ്റേഡിയത്തിന്റെ കാര്യം, മല്ലപ്പള്ളി റോഡിന്റെ കാര്യം, KSRTC ബസ് സ്റ്റാൻഡിന്റെ കാര്യം, ഇതിനെപ്പറ്റി വിമർശനങ്ങളുണ്ട്. ചില വിമർശനങ്ങളൊക്കെ എക്സ്ട്രീമാണ്. ഒരു കൊട്ട മണ്ണ് പോലും അദ്ദേഹം വാരിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഒരല്പം തെരഞ്ഞെടുപ്പിന്റെ ആ വീര്യം കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നാലും നിഷ്പക്ഷമായിട്ട് നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം. അഴിമതി ആരോപണങ്ങളൊന്നുമില്ല, വളരെ നല്ല ഒരു പേഴ്സണൽ ലൈഫും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്. ഇതാണ് തിരുവല്ലയിലെ ഒന്നാമത്തെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ. അദ്ദേഹം ഇപ്പോൾ ഈ തിരുവല്ല തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ രീതിയിൽ മത്സര രംഗത്തുണ്ട്. അദ്ദേഹവും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീകമാണ്. തിരുവല്ലയെ പറ്റി ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ്. നല്ല ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന തിരുവല്ലക്കാർക്ക് സുപരിചിതനായ ഒരു വ്യക്തിയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹം മാത്യു ടി തോമസിന്റെ കോട്ട, 20 വർഷമായിട്ട് മാത്യു ടി തോമസ് കാക്കുന്ന കോട്ട. ഇദ്ദേഹം പറയുന്നത് തിരുവല്ല എന്നും UDF കോട്ടയായിരുന്നു. ചില കാരണങ്ങളാൽ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിൽ LDF അവിടെ വിജയിക്കുകയേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് വളരെ നല്ല ഒരു മത്സരത്തിന് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ രംഗത്തുണ്ട്. മൂന്നാമത്തെ പ്രമുഖ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീ അനൂപ് ആന്റണി ജോസഫാണ്. അദ്ദേഹം യുവത്വത്തിന്റെ പ്രസരിപ്പുമായി തിരുവല്ലയിൽ ഒരു ഡബിൾ എഞ്ചിൻ വികസന പദ്ധതികൾ, തിരുവല്ല ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാസ്റ്റർ പ്ലാനുമായി ഊർജ്ജസ്വലതയോടെ ചിരിച്ചുകൊണ്ട് തിരുവല്ലക്കാരുടെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. തിരുവല്ലക്കാർക്ക് ഒരു മാറ്റം ഈ തരത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് അവസരമുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു തീരെ ചെറുപ്പമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, ആവേശം പകരുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, ഒത്തിരി സ്വപ്നങ്ങൾ തിരുവല്ലക്കാരുമായിട്ട് പങ്കുവെക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് മത്സരം കടുക്കുന്നു. 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തിരുവല്ലയിലുണ്ട്. ഏത് പൗരനും തെരഞ്ഞെടുപ്പിൽ നിൽക്കുവാനുള്ള അവകാശമുണ്ട്. അങ്ങനെ 4 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തിരുവല്ലയിലുണ്ട്. തിരുവല്ലയിലെ കളം മുറുകുകയാണ്. എന്തും സംഭവിക്കാം വരും ദിവസങ്ങളിൽ. 4 ദിവസത്തിനകം തിരുവല്ല കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കേരളത്തിൽ ഒരു ഭരണമാറ്റം വേണോ? 10 വർഷത്തെ LDF സർക്കാർ മാറണോ വേണ്ടയോ എന്നുള്ള ജനത്തിന്റെ തീരുമാനം. LDF സർക്കാർ തുടർ ഭരണം വേണമെന്നാണ് കേരളം വിധി എഴുതുന്നതെങ്കിൽ ഒരു 80-85 സീറ്റ് കിട്ടി തുടർ ഭരണത്തിനുള്ള സാധ്യതയുണ്ട്. അതേസമയം മാറ്റം വേണമെന്നാണ് പറയുന്നതെങ്കിൽ അവിടെ ഒരു 80-85 സീറ്റിനാണ് UDFന് സാധ്യതയുള്ളത്. അങ്ങനെ മാസീവ് ലാൻഡ് സ്ലൈഡ് എബവ് 100 ഒന്നും ഒരു രാഷ്ട്രീയ പ്രവചനത്തിലും വരുന്നില്ല. NDAയ്ക്കും വളരെ നിർണായകമാണ്. കേരളത്തിൽ അവർക്ക് വേര് പിടിക്കുവാൻ എത്ര കുറഞ്ഞ സീറ്റാണേലും ഭരണം ഒന്നും കിട്ടുമെന്ന് അവർ തന്നെ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും ഒരു നല്ല നമ്പർ സീറ്റ് കിട്ടിയാൽ അവർക്കത് ആത്മവിശ്വാസം നൽകും, ഭാവിയിലേക്ക് മുന്നേറുവാനുള്ള ഒരു ശക്തി നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ട വോട്ടർമാരെ, ദിസ് സിസ്റ്റം ഓഫ് ദ പീപ്പിൾ, ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ ഷാൽ നോട്ട് പെറിഷ് ഫ്രം ദ എർത്ത് എന്ന് അബ്രഹാം ലിങ്കൺ 163 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. നമുക്ക് ജനാധിപത്യം എന്ന പ്രക്രിയ മുന്നോട്ട് പോകണം. മാനവരാശിയുടെ സ്റ്റോറി ഓഫ് സിവിലൈസേഷനിൽ ഏറ്റവും ഉദാത്തമായ ഒരു പ്രക്രിയയാണ് ജനാധിപത്യ പ്രക്രിയ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾക്ക് ഉദ്ദേശിച്ച സ്ഥാനാർത്ഥികളെ ഒന്നും കിട്ടിയില്ലെന്നൊക്കെ പരാതി പറയുന്നവരുണ്ട്. ഈ സിസ്റ്റത്തോടെ യാതൊരു താല്പര്യവും ഇല്ലാത്ത അനേക ആൾക്കാരുണ്ട്. എല്ലാവരും അഴിമതിക്കാരാണ്, എല്ലാവരും കള്ളന്മാരാണ് എന്ന് പറയുന്ന അനേകരുണ്ട്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ജനം തങ്ങളുടെ ചൂണ്ടുവിരലിൽ മഷി
പുരട്ടി EVM-ന്റെ ബട്ടണിൽ ഞെക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ദ വൈബ് ഓഫ് ഡെമോക്രസി. ജനാധിപത്യത്തിന്റെ മനോഹര നിമിഷങ്ങൾക്കായി നമുക്ക് ഒരുങ്ങാം. മെയ് മാസം 4-ാം തീയതി വരെ കാത്തിരിക്കണം റിസൾട്ടിന് വേണ്ടി. അന്ന് നമുക്കറിയാം കേരളത്തെ അടുത്ത 5 വർഷം ആര് ഭരിക്കും. തിരുവല്ലായെ ഈ 3 പേരിൽ ആര് നമ്മളുടെ കൈപിടിച്ച് മുമ്പോട്ട് നടത്തും? ആര് കൈപിടിച്ച് മുമ്പോട്ട് നടത്തിയാലും നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. തിരുവല്ലാക്കാർ ഒരുമിച്ച്, കേരളം ഒരുമിച്ച്, ഭാരതം ഒരുമിച്ച് മുന്നോട്ട് പോകുവാം. വീൽ വോക്ക് ഹാൻഡ് ഇൻ ഹാൻഡ്, വീൽ വോക്ക് ഹാൻഡ് ഇൻ ഹാൻഡ്, വീൽ വോക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് വൺ ഡേ.